വെൽക്കം ടു അവർ ചാനൽ. സോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു ടിപ്പ് എന്നും പറയാം, കുറച്ച് ടോപ്പിക് എന്നും പറയാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ്. നമ്മൾ പണ്ട് മുതലേ ഹാൻഡ് റൈറ്റിംഗിന്റെ എങ്ങനെ ശരിയാക്കണം, പ്രത്യേകിച്ച് ഞാനിപ്പോ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ നല്ല രീതിയിൽ, അതായത് വീട്ടിലെ പേരൻസ് ഇങ്ങനെ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾ ഇങ്ങനെ നല്ല വൃത്തിക്ക് എഴുതുന്നില്ല, എന്താന്ന് അറിയത്തില്ല, അക്ഷരം മോശമായിട്ട് വരാന്ന് സ്കൂളിലെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വീട്ടിലിരുത്തി നമ്മൾ എഴുതിക്കണം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എഴുതണം. നമ്മളത് മെനക്കെട്ടിരുന്ന് എഴുതണം. അപ്പൊ നമ്മൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മളെ ശീലിപ്പിക്കണം. അത് നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ആണ്, മലയാളം ആണ്, എന്തോ ആയാലും ശരി, കുട്ടികൾക്ക് എഴുതാനായിട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു ഡെയിലി ഓരോ ഓരോ പാരഗ്രാഫ് എഴുതാനായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ഡേ ബൈ ഡേ അത് ഇമ്പ്രൂവ് ആയി വന്നോളും. ഇപ്പൊ നമ്മൾ എഴുതിയാണ് നമ്മൾക്ക് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വായിച്ചാണ് അവർക്ക് ആ പ്രാക്ടീസ് ആവുന്നത്. വായിക്കുമ്പോൾ അവർക്ക് അത് കുറെ കൂടി കിട്ടും. അതേപോലെ എഴുതിയാണ് അക്ഷരങ്ങൾ ക്ലിയർ ആയി വരത്തുള്ളൂ. ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കുട്ടി കുട്ടി അക്ഷരങ്ങളൊക്കെ മിസ്റ്റേക്സ് വരാം. ഇപ്പൊ എഴുതുമ്പോൾ ചില അക്ഷരങ്ങള് ശരിയായിട്ട് വരത്തില്ല. ഇപ്പൊ പലർക്കും വരും. ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. ഓരോ കുട്ടികളും ഹിന്ദി അക്ഷരം ആയിക്കോട്ടെ, മലയാളം അക്ഷരം ആയിക്കോട്ടെ, അവർക്ക് അത് എഴുതാനായിട്ട് കിട്ടുന്നില്ല ആ അക്ഷരം. കാരണം അപ്പൊ ആ അക്ഷരം ശരിക്കും അവർക്ക് വഴങ്ങുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, നമ്മളായാൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം അവരെ. കാരണം വെച്ചാൽ നമ്മൾ എഴുതിപ്പിക്കണം നല്ല രീതിയിൽ. കാരണം ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ വലുതാവുമ്പോൾ അവർ അതേ തെറ്റ് തന്നെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടാവുക. ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ വലുതാവുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ക്ഷമ കെട്ടി എഴുതാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ കോളേജിലൊക്കെ പോവാ, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുക, ഒത്തിരി എഴുതാൻ കാണുമെങ്കിൽ നമുക്ക് ഇതുപോലെ പതുക്കെ ഇരുന്ന് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് വേഗം വേഗം തന്നെ എഴുതേണ്ടി വരും. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ 4 ലൈൻ ബുക്ക് ഉണ്ടാവും നമ്മുടെ ഫോണിൽ വെക്കും, 4 വരയിട്ട ബുക്ക്. അപ്പൊ അത് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കും. അതീന്ന് ABCD തൊട്ട് നീറ്റായിട്ട് ജോയിനിങ് ഹാൻഡ് റൈറ്റിംഗ് വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവരും അങ്ങനെ ജോയിനിങ് ഹാൻഡ് റൈറ്റിംഗ് എഴുതണമെന്നില്ല. എല്ലാവരും സ്പ്ലിറ്റ് ആക്കിയിട്ടൊക്കെ എഴുതുന്നത്. പക്ഷെ നമ്മൾ ജോയിനിങ് ഹാൻഡ് റൈറ്റിംഗ് എഴുതിയാൽ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് 4 ലൈൻ ബുക്ക് മേടിച്ചിട്ട് നീറ്റായിട്ട് എഴുതിപ്പിക്കുക. അപ്പൊ അതിൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മലയാളം അതുപോലെ ഹിന്ദി ആണെങ്കിൽ നമുക്ക് ഡബിൾ ലൈൻ ബുക്കാണ്. ഓക്കെ, നമ്മള് 2 വരയിട്ട ബുക്ക്. അപ്പൊ ആ ബുക്കിൽ നമ്മൾ ഇങ്ങനെ ആ 2 വരയും ടച്ച് ചെയ്ത് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഉരുണ്ടി ഇരിക്കും. കാരണം ഇംഗ്ലീഷിലെ ഹാൻഡ് റൈറ്റിംഗ് അല്ല മലയാളത്തില്. സോ വ്യത്യാസം വരും, നമുക്ക് ഹാൻഡ് റൈറ്റിംഗിന് ഡിഫറൻസ് വരാം. കാരണം മലയാളം എപ്പോഴും അക്ഷരങ്ങൾ ഉരുണ്ടി എഴുതുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പൊ ഹിന്ദി അക്ഷരം അതുപോലെ നമ്മൾ വേറെ വരയിട്ടാണല്ലോ ഹിന്ദി അക്ഷരം എഴുതുന്നത്. സോ അപ്പൊ അതുപോലെ തന്നെ ആ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഇത് കുട്ടികൾക്കുള്ള ടിപ്പാണ്. അപ്പൊ നിങ്ങൾ പേരൻസ് ആയി ഇത് വീഡിയോ കാണുന്നെങ്കിൽ കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് എന്റെ ഈ മെയിൻ ചാനലിൽ തന്നെ ഇത് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത്. കാരണം അവര് നീറ്റായിട്ട് എഴുതാനായിട്ട് അവർ ഇപ്പൊ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. ഇപ്പൊ ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടിയായാലും നമ്മളത് എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മമാരെ എഴുതി കൊടുക്കാണ്. പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, നോട്ട് എഴുതാൻ മടിയാണെങ്കിൽ അമ്മമാർ എഴുതി കൊടുക്കും. കാരണം ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ വന്ന് പറഞ്ഞു, ചോദിച്ചാൽ ആരാ മോളെ എഴുതി തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടി പറയാൻ എന്റെ അച്ഛൻ എഴുതി തന്നത്, എനിക്ക് എഴുതാൻ മടിയായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ മടി മാറുന്നെങ്കിൽ നമ്മൾ പേരൻസ് അല്ലാതെ എഴുതി കൊടുക്കുക. ഇപ്പൊ കുട്ടി ഒരു ദിവസം ആബ്സെന്റ് ആയി എന്ന് വെച്ചിട്ട് പേരൻസിനായിരിക്കും കുറെ ഉത്തരവാദിത്തം വരിക. കാരണം കുട്ടി ഇരുന്ന് എഴുതുക നോട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ തന്നെ അത് എഴുതാനായിട്ട് ശ്രമിക്കുക. കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. എഴുതി അവർക്ക് പ്രാക്ടീസ് വരത്തില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് വെച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ ആരെങ്കിലും ട്യൂഷൻ എടുക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടും. സോ കുട്ടികൾക്ക് 4 ലൈൻ ബുക്കും 2 ലൈൻ ബുക്കും മേടിച്ചു കൊടുത്തിട്ട് അവരുടെ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും സി യു.